കൊഞ്ചും മഞ്ചീരം ഓമൽ തരിവള ഇളകും കിങ്ങിണിച്ചാർത്ത് ഗന്ധം തഞ്ചും വ്യാലോല ശോഭാലളിതം ഇളതളി ശ്രീല സദ്വന്യമാല്യം ചെഞ്ചുണ്ടിൽ പുഞ്ചിരിപ്പാലമൃത് മഷിയണിത്ത് കടക്കണ്ണിലോദ്യസഞ്ചും കാരുണ്യപൂരം സതുജയതു ഘനശ്യാമളൻ കോമളാംഗൻ ചിഞ്ചുണ്ടിൽ തങ്ങുമോടക്കുഴ ഇളകിലസിക്കുന്ന നാം കുണ്ടലങ്ങൾ തഞ്ചും കർണങ്ങളാർദ്രായത നയനയുഗം പീലി ചൂടും കിരീടം മഞ്ജുത്വത്തിനു മാറ്റേക്കിണ മുഖകമലം ശ്രീപദം കുമ്പിടുന്നോരഞ്ചും. വൃത്തം എന്ന പദത്തിന് വട്ടം എന്നാണ് അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം. കുറെ അക്ഷരങ്ങൾ അടങ്ങുന്ന ഒരു വട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കൃതത്തില് ഒരു അക്ഷരം മുതൽ 26 അക്ഷരം വരെയുള്ള വൃത്തങ്ങളുണ്ട്. മുതൽ 26 അക്ഷരം വരെയുള്ള ഛന്ദസ്സാണ്. അവിടുന്ന് അങ്ങോട്ട് പോയാൽ അവിടുന്ന് അങ്ങോട്ട് ഉണ്ട്, പക്ഷെ അതിന് ദണ്ഡകം എന്നൊക്കെ പേര് പറയും. ഉദാഹരണം, ഒരു 4 വരിയിലും 11 അക്ഷരം വീതമുള്ള ഒരു വൃത്തം, അതിൻ്റെ പേര് തൃഷ്ടുപ്പ് എന്നാണ്. ആ തൃഷ്ടുപ്പ് എന്നുള്ള വൃത്തത്തില് ധാരാളം വൃത്തങ്ങളുണ്ടാവും. തൃഷ്ടുപ്പ് എന്നുള്ള ഛന്ദസ്സില് ഒരു അക്ഷരം മുതൽ 26 അക്ഷരം വരെയുള്ള ഛന്ദസ്സാണ്. ആ ഛന്ദസ്സില് ഓരോ ഛന്ദസ്സിലും ധാരാളം വൃത്തങ്ങളുണ്ടാവും വ്യത്യസ്ത രീതിയിൽ. അങ്ങനെ വ്യത്യാസം വരുന്നത് ഗുരുലഘുക്കളുടെ വ്യത്യാസം കൊണ്ടാണ്. ഗുരുലഘുക്കള് 3 അക്ഷരമായ അതിനൊരു ഗണം എന്ന് പേര് പറയും. അങ്ങനെയുള്ള ഗണങ്ങളിൽ പലതരത്തിലും ഗുരുലഘുക്കൾ വരാം. അങ്ങനെയുള്ള ഗുരുലഘുക്കള് മാറ്റിമറിച്ച് ഉണ്ടാക്കുന്ന സമ്പ്രദായം ഒന്ന് കാണിച്ചു തരാം. ഈ ഗണങ്ങളെ തരംതിരിക്കാൻ ഒരു സമ്പ്രദായമുണ്ട്. അതിന് ആദ്യം ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഞാൻ എഴുതാം. ആദിമധ്യന്ത്യവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ, ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗല മാത്രമാണ്. ഇതാണ് ശ്ലോകം. യ ര ത വേറെ പറയാം. ഭ യ സ മ ന ഗ ല. ഇതിനർത്ഥം ആദിമധ്യന്ത വർണ്ണങ്ങൾ ലഘുക്കൾ എന്ന് പറഞ്ഞാൽ യ ര ത ഈ 3 ഗണം, ഓരോ യഗണം രഗണം തഗണം, ഇങ്ങനെ ഓരോ ഗണത്തിന്റെ പേരാ. ഇത് യഗണം ആദി ലഘു. ആദി ലഘു എന്നുള്ളതിന് അടയാളം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഗുരുവിന് ഇങ്ങനെ അടയാളം. അപ്പൊ ആദി ലഘു എന്ന് പറഞ്ഞാൽ മറ്റു രണ്ടും ഗുരു. രഗണം ആവുമ്പോ മധ്യ ലഘുവാണ്, അപ്പൊ ഇങ്ങനെ വരും. തഗണം എന്ന് പറയുമ്പോ അന്ത്യ ലഘുവ, അപ്പൊ ഇങ്ങനെ വരും. ഭജസം നിങ്ങൾക്ക് ഗുരുക്കൾ ഭജസം, ആദി ഗുരു ഭഗണം, അവ മറ്റു രണ്ടും ലഘു. ജഗണം മധ്യഗുരു, അപ്പൊ മറ്റു രണ്ടും ലഘു. സഗണം അന്ത്യഗുരു, അപ്പൊ മറ്റു രണ്ടും
ലഘു. മനങ്ങൾ ഗലാച ഗലാച 3 ഗുരു 3 ലഘു. ഇങ്ങനെ 1 2 3 4 5 6 7 8 തരത്തിലുള്ള ഗണങ്ങൾ വരും. ഇതാണ് അടിസ്ഥാന നിയമം. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ശ്ലോകത്ത് ഉദാഹരിക്കണം. അതിന് നമ്മളില്ല. അപ്പൊ ഊന്നുള്ളത് ലഘു, രു എന്നുള്ളത് ഗുരുവാണ്. കാരണം ഇത് കൂട്ടക്ഷരായ ലഘു ഗുരുവും. രൂന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ അക്ഷരം കൂട്ടക്ഷരായത് കാരണം രു ഗുരുവായി. അതുമാതിരി നെട്ടു എന്നുള്ളത് പിന്നത്തെ അക്ഷരം കൂട്ടക്ഷരായത് കാരണം അത് ഗുരുവായി. അവസാനത്തെ അക്ഷരം നമുക്ക് ഇഷ്ടം പോലെ ഗുരു ലഘുവാക്കാം എന്ന് നിയമമുണ്ട്. അപ്പൊ എന്തായി? മധ്യഗുരു, മധ്യലഘു അല്ല അന്ത്യലഘു, അന്ത്യലഘു അല്ല മധ്യ ഗുരു. ഈ മധ്യഗുരുവിന്റെ ഗുരുക്കൾ ഭാജ്യസങ്ങൾക്ക് യാതാണ്. അന്ത്യലഘുവിന്റെ ലഘുക്കൾ യരതങ്ങളിൽ. മധ്യഗുരു ആദ്യ ഗുരു ഗുരു. അപ്പൊ ഉപേന്ദ്രവജ്രയ്ക്ക് ജതം ജഗംഗം നിയമം. ഉപേന്ദ്രവജ്രാണ് വൃത്തം ഇങ്ങനെ മനസ്സിലാക്കാം. ജതം ജഗംഗം ഒടുക്കത്തെ 2 ഗുരു. ഇങ്ങനെയാണ് വൃത്തം തിരിച്ച് അല്ല ഗണം തിരിച്ച് ഗുരുവിനെ നേരാക്കി വൃത്തത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ. ഇങ്ങനെ എല്ലാ വൃത്തവും വേണ്ടതാണ്. അത് പെട്ടെന്ന് പ്രായോഗികം അല്ലാത്ത കാരണം ഇത് മാത്രം ഉദാഹരിക്കണം. ഇത് ഈ ഭാഗവും ഇതൊന്നും പറയണ്ടേ? ഇത് വ്യത്യാസം ഉണ്ടല്ലേ? ഇതിപ്പോ അന്ത്യ ലഘു ലഘുക്കൾ രഥങ്ങളിൽ. അപ്പൊ തകണ. ഇതും അന്ത്യലഘു. അപ്പൊ തകണ. മധ്യ ഗുരു. അപ്പൊ ജഗണ. ഗുരു ഗുരു. അപ്പൊ എന്തായി? ആദ്യത്തെ വരി ഉപേന്ദ്രവജ്രം, രണ്ടാമത്തെ വരി ഇന്ദ്രവജ്ര. ഇന്ദ്രവജ്രക്ക് കേളി ഇന്ദ്രവജ്രക്ക് തതം ജഗംഗം, താതം ജഗംഗം. അപ്പൊ 2 വൃത്തം വന്നു കലർന്ന്. അതിന് ഉപജാതി എന്ന് പേരുണ്ട്. ഉപജാതി. ആദ്യത്തെ വരി ഇന്ദ്രവജ്ര, രണ്ടാമത്തെ വരി ഉപേന്ദ്രവജ്ര. ആ നിയമം എഴുതണോ? ഇതാണ് ഉപജാതി. വേറെയും പലതിലും വരും. ഇന്ദ്രവംശം വംശസ്ഥം കാണുന്നിട്ട് ഉപജാതി വരും. അങ്ങനെ ചില ഒരേ രീതിയിലുള്ള വൃത്തങ്ങൾ വന്നാൽ അതിനെ കൂട്ടിക്കലർത്താന്നൊരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ഉപജാതി വരും. സാധാരണ വലിയ വൃത്തങ്ങൾക്ക് ഉണ്ടാവില്ല. ചെറിയ വൃത്തങ്ങൾ 11 അക്ഷരം 12 അക്ഷരം അങ്ങനെയുള്ള വൃത്തങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മാത്രം. ഇനി വലിയ വൃത്തം വർക്ക് ഇറങ്ങാം.